തിരുവനന്തപുരം ബാലരാമപുരത്ത് സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ അച്ഛനെ മകൻ സ്ലാബിട്ട് മൂടിയതിൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയ അന്വേഷണ സംഘം. മൂടിയ സ്ഥലം പൊളിച്ച് പരിശോധിക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യത്തിൽ കളക്ടറുടെ ഉത്തരവ് ഉടനുണ്ടാകും. സ്ഥലം പൊളിച്ച കൂടുതൽ പരിശോധന നടത്താൻ സാധ്യത. അർജുൻ രാജുണ്ട്. അർജുൻ, വിവരങ്ങൾ. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇന്നലെയാണ് പുറത്തു വരുന്നത്. നാട്ടുകാരുടെ കൂടി ഒരു ഇടപെടലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പുറത്തറിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന ബാലരാമപുരം എന്ന സ്ഥലത്താണ്. ഈ കാണുന്നതാണ് ഈ ഗോപൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെ ഇങ്ങനെയാണ് ഇന്നലെ സമാധി എന്ന പേരിൽ ഇദ്ദേഹത്തെ ഈ തറയിലാണ് അദ്ദേഹത്തെ മൂടിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് നാട്ടുകാരൊക്കെ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ കളക്ടർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ തറ പൊളിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് പോലീസ് കടന്നേക്കുമെന്നാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ നൽകാനുള്ള സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെട്ട ചില നാട്ടുകാർ ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കും. എങ്ങനെയാണ് ഈ വിവരങ്ങൾ നിങ്ങൾ അറിയുന്നത്? ഇന്നലെ രാവിലെ ഒരു 6 മണിക്ക് ഞാൻ ഇവിടെ വിഷ്ണു കോവിൽ എന്ന് പറഞ്ഞാൽ ആറാലുമുണ്ടിന് താഴെ വിഷ്ണു കോവിലിൽ 2 കരിക്ക് കൊടുക്കാൻ പോയിരുന്നു. കരിക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് കടവെടുക്കാനായിട്ട് താക്കോലെടുക്കാനായിട്ട് ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത് ഗോവൻ സ്വാമി സമാധിയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പയ്യന്മാരെല്ലാം കൂടി വിളിച്ച് പറഞ്ഞ് ബാർഡുംബർ അറിയിച്ച് ബാർഡുംബറാണ് സ്റ്റേഷനിൽ അറിയിച്ചത്. തിരിച്ച് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പോലീസർ ഉണ്ടായിരുന്നു. പോലീസർ വന്നപ്പോൾ ഇവിടെ സമാധി പൂട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് സംശയമുണ്ട്. അതിൽ 100% സംശയമുണ്ട്. എന്താണ് എന്തായിരുന്നു ഒന്നേ ഇവർ മരിച്ച് സമാധി എത്തിയിരിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഒന്ന് നാട്ടുകാർ അറിയിക്കണം, അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസർ അറിയിക്കണം, അല്ലെങ്കിൽ ബാർഡുംബർ അറിയിക്കണം. ഇത് ആരെ അറിയിക്കാതെയാണ് സ്വന്തമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. സിമെന്റ് മൂടിയതിന് ശേഷമാണ് നിങ്ങൾ ഈ കാര്യം എല്ലാം കണ്ടത്. മൂടിയതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. സമാധി വെച്ചിരിക്കുന്നതിന്റെ പോസ്റ്ററോടെ കണ്ടാണ് നമ്മൾ നോക്കിയപ്പോഴാണ് ഇതെല്ലാം മൂടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒന്നും നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് ഇവിടെ 2-3 വീട്ടുകാരുണ്ട്, അടുത്ത 2-3 വീട്ടുകാരുണ്ട്. അവർ പോലും അത് അറിഞ്ഞിട്ടില്ല സംഭവം. എൻ്റെ വീട് ഒരു 200 മീറ്റർ വ്യത്യാസത്താണ് ഞാൻ താമസിക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങളാണ് ഈ വാർഡ് മെമ്പർ അറിയിച്ചതും ഇവിടെ ഷട്ടിൽ അറിയിക്കാനൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് എന്തെങ്കിലും ജീവനോടെ കൊണ്ട് വെച്ചതാണോ മരിച്ചുകൊണ്ട് വെച്ചാണോ ഒന്ന് നാട്ടുകാർ അറിയിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് സംശയമുണ്ട്, 100% സംശയമുണ്ട്. ഇത് ഏതറ്റം വരെ ആണെങ്കിലും അതിന് മൊഴി കൊടുക്കാനും കോടതി പോകാനോ എവിടെ ആണെങ്കിലും ഞാൻ റെഡിയാണ്. എൻ്റെ പേര് യേശുദാസനാണ്. ഇവരെങ്ങനെ നിങ്ങളോട് നാട്ടുകാരോടൊക്കെ ബന്ധമൊന്നുമില്ല സാറിന്. പിന്നെ ഇവിടെ നാട്ടുകാർക്ക് ഇവരെ പേടിയാണ്, മക്കളെ ഇവരെ പേടിയാണ്. അതുകൊണ്ട് നാട്ടുകാർ പെട്ടെന്ന് മൊഴിയൊന്നും കൊടുക്കില്ല. ഇവരെങ്ങനെ വിശ്വാസം അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണ്? അത് അവര് സ്വന്തമായിട്ടുള്ള കോവിലാണ്. കോവിൽ സ്വന്തം കോവിലാണ്. വെളിയിൽ ഇപ്പം കുറെ 5-6 ഒരു വർഷം കൊണ്ട് ഇവിടെ വിളക്കെത്തിപ്പും കാര്യങ്ങളും ഇല്ല. പക്ഷെ ഇപ്പം രാത്രിയൊക്കെ കത്തിക്കണമെന്നൊക്കെ ആൾക്കാർ പറയുന്നത്, സൗണ്ട് കേൾക്കണമെന്ന്. തൊട്ടടുത്ത വീട്ടുകാരാണ് പറയണത്. വിഷം വരുന്നവനാണ് തൊട്ടടുത്ത. അവനാണ് ഞാൻ പറഞ്ഞത് രാത്രി ചിലപ്പോൾ 12 മണിക്ക് 1 മണിക്കൊക്കെ സൗണ്ട് കേൾക്കുമെന്ന്. അല്ലാതെ പണിയെടുക്കണം. അല്ല പകലൊന്നും നമ്മളൊന്നും കയറ്റില്ല. ഇവിടെ ആരും വരാക്കുമില്ല, വേറെ ഇവരെ കയറ്റുമില്ല. പക്ഷെ ഇവരൊക്കെ പേടിയാണ്, നാട്ടുകാർക്ക് മൊത്തം പേടിയാണ്. എനിക്കും പേടിയുണ്ട്, ഉള്ളിൽ പേടിയുണ്ട്. ഇവരിപ്പോൾ നാളെ കൊല്ലു കൊടുക്കുന്നൊന്നും പേടിയില്ല. ജീവനുണ്ടെങ്കിൽ കോടതിയായാലും പോലീസ് സ്റ്റേഷനിലായാലും പോയി മൊഴി കൊടുക്കും. മരിച്ച ആളും നാട്ടുകാരായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നല്ല സാറിന് ഞാൻ ഒരു 6 മാസത്തേക്ക് മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പുറത്തെ ഒരു കമ്മും കോവിലേക്ക് 2 കമ്മും കൊടുക്കുന്നപ്പോൾ ഞാൻ കണ്ടു. അവിടെ നടയിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് ഒരു 6 മാസത്തേക്ക് മുമ്പ്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇന്നും ഇത് ഈ സെക്കൻഡ് വരെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഇന്നലെ സമാധി എന്ന് പറഞ്ഞ ശരി ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സമാധി ഇരിക്കുന്നത്. ഒരു 6 മാസത്തേക്ക് മുമ്പ് ഞാൻ കണ്ട അത്ര. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നു സുഖമില്ലായിരുന്നു എന്നൊക്കെ പറയണത് മാത്രം കേട്ടിട്ടുണ്ട്. ഇല്ല, ഒരു 6 മാസത്തേക്ക് മുമ്പ് പുള്ളിയുടെ മോൻ്റെ ബൈക്കിൽ പോകണുണ്ട്, കാലിൽ മുറിവെന്നും പറഞ്ഞ് മരുന്ന് വയ്ക്കാൻ പോകണുണ്ട്. അങ്ങനെ ഞാൻ കണ്ട് എവിടെ പോകണമെന്ന് ആശുപത്രി മരുന്ന് വയ്ക്കാൻ പോകണം ഇത്ര എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മക്കളും ഈ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇളയ മോനും ഭാര്യയും, ഇളയ മോന്റെ ഭാര്യയും സാമിയുടെ ഭാര്യയും ഇവിടെ. മൂത്ത മോൻ വല്ലപ്പടിക്ക് ഇവിടെ വരും. അവൻ വേറെ എവിടെയാണ് താമസം. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമാണ്? നമുക്ക് 100% ജീവനോടെ വെച്ചതാണ് കൊന്നുകൊണ്ട് വെച്ചാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അത് നമുക്ക് എന്തായാലും ഇത് പോലീസ് ഇടപെട്ട് എന്തെങ്കിലും ഇത് ചെയ്യണം. ഇത് ചെയ്ത് നമുക്ക് അറിയണം. നമ്മൾ തൊട്ടടുത്ത് കിടക്കണം. നമുക്കൊരു ഭയം വരുമല്ലോ, ഉള്ളിൽ ഭയമുണ്ട്. എന്തായാലും ഇവരെ പേടിയുണ്ട്. നമ്മളെ കൊന്നുകളയൊന്നൊരു പേടിയുണ്ട് എനിക്ക്. എന്നാലും കുഴപ്പമില്ല, കൊന്നാലും സന്തോഷമുള്ളൂ. പക്ഷേ ഇത് നാളെ ഇങ്ങനൊരു സംഭവം നടക്കരുത് ഈ ഏരിയയിൽ. ഇനി അടുത്ത് ആരെങ്കിലും കൊന്നുകൊണ്ട് സമാധിരുത്തി എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അതിനുണ്ട് ഇത് വരാതിരിക്കാനാണ് ഈ സാക്ഷി കിട്ടുന്നതെന്ന് പറയണത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി ഇതിന് പോകാൻ വഴി സർക്കാരും പോലീസുകാരും ഉണ്ടാക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ആരെയും ഇവിടെ അടുപ്പിക്കുന്നില്ല. എല്ലാവരും ഓട്ടിച്ചിട്ട് ചീത്ത വിളിയും കാര്യങ്ങൾ ഇപ്പം കണ്ടില്ല. നിങ്ങൾ ഇന്നപ്പോൾ ചാനലിൽ വഴക്ക് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എല്ലാവരും അവിടെ പറയുകയാണ്. അപ്പോൾ ഇവരെ സ്ഥിരം ഇതാണ് ജോലി. അപ്പോൾ നിങ്ങൾ നിൽക്കുമ്പോഴേ അല്ലാത്ത സമയത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ ഒന്നുള്ള അവസ്ഥ നിൽക്കും. അതുകൊണ്ട് ആരും ജീവൻ പേടിച്ചാലും മക്കളെ കണ്ട് പേടിച്ചാലും മൊഴി കൊടുക്കില്ല. എനിക്ക് പേടിയുണ്ട്, എന്നാലും ഇത് പറഞ്ഞതന്നെ ഉള്ളൂ. പറയാം ഇന്നെ എന്നെ കൊന്നിരുന്നാലും എവിടെ എന്നെ കൊന്ന് ജീവൻ കിടക്കും കാലം ഞാൻ ഇത് എവിടെ ആണെങ്കിലും പറയും. ഏത് രീതിയിലായാലും ഞാൻ ചെന്ന് ഇതിന് മൊഴി കൊടുത്തിട്ടേ വരുള്ളൂ. നാട്ടുകാർക്ക് അതാണ് പറയാനുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കളക്ടറുടെ ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ തറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുള്ള അന്വേഷണത്തിലേക്കാണ്. ശേഷം ഈ സ്ലാബിട്ട് മൂടിയ സ്ഥലം പൊളിക്കുമെന്നുള്ളതാണ്. ഈ സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ മകൻ അച്ഛനെ സ്ലാബിട്ട് മൂടിയിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരടക്കം പ്രതികരിച്ചത് വെച്ചത് ജീവനോടെയാണോ അല്ലാതെയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. അതിനൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഇത്തരത്തിൽ അനുമതി ലഭിച്ച ശേഷം ഈ സ്ലാബിട്ട് മൂടിയ സ്ഥലം
പൊളിക്കുക തന്നെ വേണം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ് തിരുവനന്തപുരത്ത് നിന്ന്.